നമ്മുടെ നാടുകളിൽ വഅദ് പറയാൻ ബുക്കിംഗ് കൊടുത്ത് ഡേറ്റ് കൊടുത്ത വന്യരായ ഹാഫിദ് മഷ്ഹൂദ് സഖാഫി ഗുഡല്ലൂരിൽ നിന്ന് ഖബറിലാ. അല്ലാഹുവേ ഉസ്താദിന്റെ ആഖിറനി വെളിച്ചമാക്കണേ റബ്ബേ. ചെറിയ പ്രായത്തിൽ അല്ലാഹു കൊണ്ടുപോയി. തലേ ദിവസം ഉസ്താദ് വഅദ് പറഞ്ഞത് സ്വന്തം നാടായ ഗൂഡല്ലൂര്, അതേ ദേവർശാലയാണ്, നീലഗിരിയിലാണ്. ഉസ്താദിനുള്ള കണക്കാക്കിയ പരിപാടി അവിടെയാണ്. സ്വന്തം ജന്മനാട്ടിലേക്ക് എത്തി. നാട്ടുകാരെ കണ്ടു, പെങ്ങളെ കണ്ടു, വീട്ടുകാരെ കണ്ടു. നാട്ടുകാർക്കൊക്കെ വഅദ് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ നാടിനടുത്ത് ബെർമനെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദ് വരേണ്ടത്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ഉസ്താദ് ഖബറിലായി പോയി. അന്ന് പകരം വഅദിന് വേണ്ടി ഉസ്താദ് പ്രസംഗിക്കേണ്ട വേദിയിലേക്ക് ഞാനാണ് പോകുന്നത്. റബ്ബിന്റെ തീരുമാനം അങ്ങനെയായിരിക്കാം. അതേ ഞാൻ പറഞ്ഞവരെ പിറ്റേ ദിവസം ഉസ്താദിന് കാസർഗോഡ് വഅദായതുകൊണ്ട് നാട്ടുകാര് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ നേരിട്ട് കാസർഗോട്ടേക്ക് ട്രെയിനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തുമല്ലോ. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ താമസം ദർസ് നടക്കുന്ന വീടൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തേക്ക് എന്തിനാണ് ഇത്ര റിസ്ക് പിടിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. ഇന്നിവിടെ താമസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ, വേണ്ട വേണ്ട, എനിക്ക് എന്റെ വീട്ടിലേക്ക് എത്തണോ, എന്റെ ഭാര്യയെ കാണണം, മക്കളെ കാണണോ. എന്നിട്ട് ഉസ്താദ് നേരെ പോകുന്നു വീട്ടിലേക്ക്. ഒരു സുബഹിക്ക് മുമ്പേ 4 മണിക്ക് എത്തുന്നു. 1-1.5 മണിക്കൂർ ഉറങ്ങുന്നു. സുബഹിക്ക് മുമ്പേ നിൽക്കുന്നു. തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റുകളൊക്കെ ചൊല്ലി ഒരൽപ്പം സമയം ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു അസ്വസ്ഥത. ഉസ്താദിന് അവസാനം അള്ളാഹു കൊടുത്തൊരു പരീക്ഷണം, ഒരു രോഗം. അള്ളാഹു ഉസ്താദിനെ കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ വേദികളിലൊക്കെ വഅദുകളൊക്കെ പറഞ്ഞു നടക്കേണ്ട ഉസ്താദാ. റബ്ബേ ഉസ്താദിന്റെ ആഖിറനി വെളിച്ചമാക്കണേ റബ്ബേ. ഉസ്താദ് മരിച്ചിട്ട് ഖബറിലാണെങ്കിലും ഉസ്താദിന്റെ വഅദ് എത്ര ആളുകളാണ് ദിവസവും നമ്മുടെ ഫോണുകളിൽ വരുന്നത്. എല്ലാ വിഷയവും പറഞ്ഞു വെച്ചു. ഇമാമുന നബവി തങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നു. ചെറിയ 40 വയസ്സ് ആ പ്രായത്തിലെ വഫാത്തായി പോയി. പക്ഷെ എഴുതി വെച്ച കിതാബുകൾ സുബ്ഹാനല്ലാഹ് ലോകത്തിന് വലിയ റോൾ മോഡലാക്കാൻ പറ്റിയ നമുക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ച കിതാബുകൾ സമൂഹത്തിന് സമർപ്പിച്ചു പോയി. ഇതേപോലെ മഷ്ഹൂദ് സഖാഫി ജീവിച്ചതൊരു 40-41 വയസ്സേ. എന്നാലും ഈ പ്രായത്തിനിടയിൽ ഉസ്താദ് പറയാത്ത വിഷയങ്ങളില്ല. ഉസ്താദിന്റെ വഅദ് കൊണ്ട് നിസ്കരിക്കാത്ത ആളുകൾ നിസ്കരിച്ചു പോയി. സ്വഭാവം നന്നാക്കി പോയി. കുടുംബത്തിൽ വിള്ളലുണ്ടായി ചൊടിച്ചു നിന്ന ആളുകൾ മനസ്സിലൊക്കെ വതസിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക. വിട്ടുനിന്ന ആളുകളൊക്കെ അടുത്തുപോയി. കൊടുക്കാത്ത ആളുകളൊക്കെ, കടം കൊടുക്കാത്ത ആളുകൾ വിട്ടുനിന്ന ആളുകളൊക്കെ കൊടുത്തുപോയി. ബന്ധങ്ങൾ മുറിച്ച ആളുകൾ ബന്ധം സ്ഥാപിച്ചു പോയി. ഖൽബിന് തട്ടുന്ന നല്ല വഅദ്. ആഭാസങ്ങളില്ല, ആക്ഷേപങ്ങളില്ല, പരിഹാസങ്ങളില്ല, അട്ടഹാസങ്ങളില്ല. പഠിച്ച കാലം മുഴുവനും റബ്ബേ പഠിച്ച വഅദ്, പഠിച്ച ഇൽമുകളൊക്കെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു. എന്തോ ഒരു സൗഭാഗ്യമാണ്. പക്ഷേ നമുക്ക് ഉസ്താദിന്റെ വഫാത്തിൽ വിഷമമുണ്ടെങ്കിലും ഉസ്താദിനുള്ള ഖബറിൽ സന്തോഷം കൊടുത്തുപോയി. വഫാത്താകുന്ന സമയം ഉസ്താദിന്റെ വഅദിൽ തന്നെ നല്ല പ്രകാശിക്കുന്ന നല്ല മുഖം. എന്നാൽ മരിച്ചു കിടക്കുന്ന അവസാന സമയത്തും ഒരു നല്ല മരണത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എല്ലാ അടയാളങ്ങളും നല്ല ലക്ഷണങ്ങളും ആ മുഖത്ത് കാണാനുണ്ട്. അല്ലാഹുവേ ഉസ്താദിന്റെ ആഖിറനി വെളിച്ചമാക്കണേ റബ്ബേ.